പാർട്ടിയും മണ്ഡലങ്ങളും പലപ്പോഴും കൈവിട്ടപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതികായനായ വി.എസിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് ചരിത്രത്തിലേക്ക് നടന്നു കയറിയ നാമമാണ് മലമ്പുഴ. 1990-ൽ മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം 2001-ൽ മലമ്പുഴയുടെ മണ്ണിലേക്ക് വി.എസ് കാലുകുത്തുമ്പോൾ ഒരു പുതിയ ചരിത്രത്തിനും ഹൃദയബന്ധത്തിനും തുടക്കമാവുകയായിരുന്നു. അന്ന് മലമ്പുഴയുടെയും അതുവഴി കേരളത്തിന്റെയും കണ്ണും കരളുമായ വി.എസിനെ മികച്ച രാഷ്ട്രീയ പോരാളിയായി മാറ്റിയതിൽ മലമ്പുഴയിലെ ജനങ്ങളുടെ സ്നേഹത്തിന് വലിയ പങ്കുണ്ട്. പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കാൻ 2001-ൽ മലമ്പുഴയിൽ എത്തിയതു മുതൽ സജീവ രാഷ്ട്രീയത്തോട് വിട പറയുന്നതുവരെ ഒരിക്കലും കൈവിടാതെ മലമ്പുഴ വി.എസിനെ ചങ്കിലേറ്റി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന നക്ഷത്രമായി സൂക്ഷിച്ചു. കുളം കൈവിട്ട വി.എസിനെ പുഴ രക്ഷപ്പെടുത്തിയെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ അക്കാലത്ത് പ്രചരിപ്പിച്ചിരുന്നത്. മലമ്പുഴയിൽ 4 തവണ മത്സരിച്ചപ്പോഴും വി.എസിന്റെ വിജയത്തിൽ സംശയങ്ങൾ ഏതും എതിരാളികൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. 2011-ൽ വി.എസിന് പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ ആദ്യമായി പ്രതിഷേധമുയർന്നത് മലമ്പുഴ മണ്ഡലത്തിലായിരുന്നു. ആ പ്രതിഷേധം കേരളത്തിലുടനീളം കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ മലമ്പുഴയിൽ പാർട്ടിക്ക് വി.എസിനെ മത്സരിപ്പിക്കേണ്ടി വന്നു. 2 തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും 1 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തും ശോഭിക്കാൻ മലമ്പുഴയിലെ ജനങ്ങളുടെ സ്നേഹത്തിൽ വി.എസിന് കഴിഞ്ഞു.